അപ്പൊ നമ്മുടെ മൈസൂർ യാത്ര അങ്ങനെ ഏകദേശം അവസാനിക്കാണ്. നമ്മള് അങ്ങോട്ട് പോയ റൂട്ടിലല്ല തിരിച്ചു വരുന്നത്. നമ്മൾ കോയമ്പത്തൂർ പാലക്കാട് റൂട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സത്യമംഗലം കാടുകളുടെ ഭാഗത്തൂടെയാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 27 ഹെയർ പിൻ വളവുകൾ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ടിപ്പു സുൽത്താൻ്റെ നാടായ ശ്രീരംഗപട്ടണത്തോട് നമ്മൾ വിട പറഞ്ഞ് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സത്യമംഗലം കാടുകൾ ആ ഒരു റൂട്ടിൽ ഒരുപാട് ആനിമൽ സൈറ്റിംഗ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഓരോ റൂട്ടിലും നമുക്ക് ഓരോ ഭംഗിയാണ്, ആ കാടിൻ്റെ ഭംഗി അതുപോലെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗത്തോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അവിടെയായിട്ടുള്ള ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു. രണ്ട് സൈഡിലും ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് വല്ലാത്തൊരു കാമിങ് എഫക്റ്റായിരുന്നു മനസ്സിന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കർണാടകത്തിനോട് വിട പറഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, വീരപ്പൻ എന്ന് പറയുന്ന ചന്ദനം ആനക്കൊമ്പൊക്കെ സ്മഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഈ സത്യമംഗലം കാടുകളുടെ ഭാഗത്തായിരുന്നു ഒളിവിൽ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സത്യമംഗലം കാടുകളുടെ ഭംഗി ആസ്വദിച്ച് പോവുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചുരം ഇറങ്ങുന്ന പോലെയാണ്. 27 ഹെയർ പിൻ വളവുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആകെ കണ്ടത് 2-3 കുരങ്ങനെയും ഒരു മാൻകൂട്ടത്തിനെയും മാത്രമാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇത് മ്ലാവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്തോറും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വാലി കൊക്കയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല കോട കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മളങ്ങനെ ഫസ്റ്റ് ഹെയർ പിൻ വളവ് ഇറങ്ങി. അപ്പോൾ താഴോട്ടുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫ്രഷ് എയറൊക്കെ ഇങ്ങനെ ശ്വസിച്ച് നല്ലൊരു രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഹെയർ പിൻ വളവിലേക്ക് ഉള്ള യാത്ര തുടരുമായിരുന്നു. നമ്മൾ താഴോട്ട് ഹെയർ പിൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ മേളിലോട്ട് കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ടിപ്പർ, ലോറി പോലുള്ള ഹെവി ലോഡ് വാഹനങ്ങൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ ഹെയർ പിൻ വളവ് കയറി വരുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ ഈ വളവ് കയറി വരുമ്പോഴേ ഹോൺ അടിച്ചിട്ടായിരിക്കും, നല്ല ഹോൺ അടിച്ചിട്ടായിരിക്കും ഇവർ കയറി വരുന്നുണ്ടാവുക. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ റോങ് സൈഡ് കയറിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അത് കയറി വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി റോഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനവർ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഹെയർ പിൻ വളവും ഇറങ്ങി. നമ്മൾ സത്യമംഗലം കാടുകളുടെ കൂടെയുള്ള ആ ഒരു യാത്രയും അങ്ങനെ അവസാനിച്ചു. ഈ 27 ഹെയർ പിൻ വളവുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാതി കുറച്ചൊന്ന് ടയേർഡായി. അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഈ ഹെവി ലോഡുള്ള വാഹനങ്ങളായിട്ട് പോകുന്ന ആൾക്കാരുടെ ആ ഒരു സ്ട്രെങ്ത്ത് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യമംഗലം കാടുകളും കണ്ടു, മനസ്സ് നിറഞ്ഞു.
ഈ സത്യമംഗലം ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമാണ് ഈ ഭവാനി സാഗർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ ഡാമിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഡാമിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ വ്ളോഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സ്വാതിയുടെ ഡ്രൈവിംഗിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.